നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ സ്റ്റെയർ എന്ന ചാപ്റ്ററാണ്. നമ്മൾ എ ലെവൽ എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവർസീ ലെവൽ എക്സാം ആയിക്കോട്ടെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PSC എക്സാമിന് എന്താണോ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റെയറിൽ നിന്ന്, അത്തരം കാര്യങ്ങളാണ്. അതല്ലാതെ നമ്മൾ ആധികാരികമായിട്ട് സ്റ്റെയറിന്റെ ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റെയറിനെ പറ്റി ഡെപ്തിൽ പഠിക്കാൻ പോകുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന് എന്താണോ ആവശ്യം ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് സ്റ്റെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മളുടെ വീടുകളിലൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 നില വീടാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് പോകാനായിട്ട് നമ്മൾ കുറച്ച് പടികൾ വെക്കാറുണ്ട്. ആ പടികളെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് പോകാനായി നമ്മൾ കൊടുക്കുന്ന സീരീസ് ഓഫ് സ്റ്റെപ്സ്. ഓക്കെ, സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ സ്റ്റെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പടികൾ നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലും കൊടുക്കുന്നതാണോ? അല്ല. സാധാരണഗതിയിൽ ഇതിന് വേണ്ടി ഈ പടികൾ കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ റൂം കൊടുക്കാറുണ്ട്. ഒരു റൂം പോലെ അല്ലെങ്കിൽ ഒരു എൻക്ലോഷർ, ഒരു ക്ലോസ്ഡ് എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ്, ഓക്കെ, ഒരു അടച്ചു കെട്ടിയ ഒരു പോർഷൻ. അപ്പോൾ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു അടച്ചുകെട്ടിയ പോർഷൻ അഥവാ റൂമിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ദി റൂം ഓർ എൻക്ലോഷർ ഇൻ വിച്ച് ദ സ്റ്റെയർ ഈസ് ലൊക്കേറ്റഡ് ഈസ് കാൾഡ് സ്റ്റെയർ കേസ്. ഓർക്കാം. ഇനി എന്താണ് ഈ സ്റ്റെയർ വേ എന്ന് പറഞ്ഞാൽ? സ്റ്റെയർ വേ, സ്റ്റെയർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇനി നമ്മളുടെ സ്റ്റെയർ കേസ് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ സ്റ്റെയർ കേസ് നമ്മുടെ തൽക്കാലം ഇതാണെന്ന് സങ്കല്പിക്കാം, ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ സ്റ്റെയർ വെച്ചതിലൂടെ, ഈ സ്റ്റെയർ ഇല്ലായിരുന്നെങ്കിൽ, ഈ പടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ എന്തായിരിക്കും? കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഈ പടി വെച്ചതിന് ശേഷം കുറച്ച് സ്പേസ് പോയി. അതായത് the space occupied by stair is called stairway. അപ്പം സ്റ്റെയർ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസിനെയാണ് നമ്മൾ സ്റ്റെയർ വേ എന്ന് പറയുന്നത്. സ്പേസ് ഓർക്കാം. the space occupied by stair is called stairway. ഇനിയാണ് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കുറെ ടേംസ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം. ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ. അതായത് ഇതാണ് നമ്മളുടെ സ്റ്റെയർ. ഓക്കെ, ഈ സ്റ്റെയറിലെ ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? അതായത് ഈ ഹൊറിസോണ്ടൽ പോർഷൻ അല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ, ഓക്കെ, ഈ അപ്പർ പോർഷൻ ഓക്കെ, അല്ലെങ്കിൽ ഈ അപ്പർ പോർഷൻ, ഈ ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് പേരായിരിക്കും? ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ, ഈ ഹൊറിസോണ്ടൽ അപ്പർ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഹൊറിസോണ്ടൽ പോർഷൻ, ഓക്കെ, ഈ ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. അത് ഓർക്കാം. ഓക്കെ, ഇതിന് ചെറിയൊരു സെക്ഷനാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ത്രെഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ വെർട്ടിക്കൽ, ഓക്കെ, ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ, ആ വെർട്ടിക്കൽ ഫേസ് അഥവാ ആ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ എന്ത് പേര് പറയും? അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫ്രണ്ട് മെമ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഈ മെമ്പറിന്റെ ഈ വെർട്ടിക്കൽ ഫേസിന് അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫേസിന് നമ്മൾ എന്ത് പേര് പറയും? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈസർ. അതിനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത്. പലപ്പോഴും പലരും തെറ്റിക്കുന്നതാണ്. ത്രെഡ് എന്താണ്, റൈസർ എന്താണ്? ഇനി തെറ്റിക്കുന്ന ഇതുമല്ല, ഇതൊക്കെ വീണ്ടും ഓക്കെയാക്കും. ഇനി വീണ്ടും തെറ്റിക്കാൻ പോണത് ഇതാണ്. എന്താണ് ഗോയിങ്, എന്താണ് റൈസ്? നമ്മൾ റൈസർ നോക്കിയായിരുന്നു, റൈസ് നോക്കിയില്ല. നമ്മൾ ത്രെഡ് നോക്കിയായിരുന്നു, ഗോയിങ് നോക്കിയില്ല. ഇതൊക്കെയാണ് ഇനി നമ്മൾ തെറ്റിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അതാണ് നമ്മൾ ഓരോന്നേരം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ത്രെഡ് എന്താണ്, റൈസർ എന്താണെന്ന് നമുക്കറിയാം. ത്രെഡ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അപ്പർ പോർഷനാണ്. ഇനി റൈസർ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ പോർഷൻ. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഗോയിങ് എന്ന് പറയുന്നത്? എന്താണ് ഗോയിങ് എന്ന് പറയുന്നത്? എന്താണ് റൈസ് എന്ന് പറയുന്നത്? എന്താ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ, ഈ അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ. പക്ഷേ ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ അല്ല, മറിച്ച് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ്
ഇപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ഡിസ്റ്റൻസ് വരത്തില്ലേ, അപ്പൊ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് വെറും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ല, മറിച്ച് ഇറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ഈ പോർഷൻ നമ്മൾ എന്ത് വരെ പറയുന്നത്, റൈസർ. അപ്പോ രണ്ട് റൈസേഴ്സിന്റെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ഈ റൈസർ വരെ, ഈ റൈസർ മുതൽ, അതാണ് ഈ ഗ്രീനിലിട്ട് കാണിച്ചേക്കുന്നത്, ഇത് മുതൽ ഈ റൈസർ മുതൽ ഈ റൈസർ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഹൊറിസോണ്ടൽ പോർഷന് കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ പോർഷൻ നമ്മൾ എന്ത് വരെ പറയുന്നത്, അത് ത്രെഡ്. അത് ഓർക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫേസസ് ഓഫ് ടു കൺസിക്യൂട്ടീവ് റൈസേഴ്സ്. രണ്ട് റൈസേഴ്സിന് ഇടയിലുള്ള ഹൊറിസോണ്ടൽ പോർഷൻ നമ്മൾ എന്ത് വരെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇത് നമ്മൾ എന്ത് വരെ പറയുന്നത്, ഗോയിങ്. അപ്പൊ നമുക്ക് ഗോയിങ് കിട്ടി, ഇനി മറക്കത്തില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് റൈസ് നോക്കാം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കൺസിക്യൂട്ടീവ് ത്രെഡ്സ്. രണ്ട് കൺസിക്യൂട്ടീവ് ത്രെഡ്സിന്റെ ഇടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൈസ് എന്ന് പറയുന്നത്. ഓർക്കാം. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ആണ് റൈസ്. അതേസമയം ആ പോർഷൻ നമ്മൾ എന്ത് വരെ പറയുന്നത്, റൈസർ. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് റൈസ്. അതേസമയം ആ പോർഷൻ നമ്മൾ റൈസർ എന്ന് പറയും. പലപ്പോഴും സ്റ്റുഡൻസിനൊക്കെ തിരിഞ്ഞു പോകുന്നതാണ്, എന്താണ് റൈസ്, എന്താണ് റൈസർ, എന്താണ് ഗോയിങ്, എന്താണ് ത്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി തെറ്റരുത്, ഓർക്കാം. ശരി, ഇനി അടുത്തത് എന്താണ് ഈ ഒരു പോർഷനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് നമ്മൾ തിയറിയിലോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ നിന്ന് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർ ഉണ്ടെന്ന് വിചാരിക്കുക, വീടുകളിലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിവിടെ നിന്ന് പടി കയറി ഇവിടെ എത്തി. ഒരു പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. വീണ്ടും അങ്ങോട്ട് പടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് പടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, സാധാരണ പ്രായമായവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയിട്ട് ചെറുതായിട്ട് റെസ്റ്റ് എടുക്കും. ചെറുതായിട്ട് വിശ്രമിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത സീരീസ് ഓഫ് സ്റ്റെപ്സ് കയറാൻ പോകുന്നത്, അടുത്ത സ്റ്റെയർ കയറാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പം ഈ പോർഷനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. ലാൻഡിങ് തിയററ്റിക്കൽ എന്താന്ന് പറയും. അപ്പൊ ഈ പോർഷനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ലാൻഡിങ്ങിന്റെ പർപ്പസ് എന്താ? ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്തി, ഇവിടെ ആള് എത്തി. ഇനി ഈ സ്റ്റെയർ കുറച്ച് അങ്ങോട്ടും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ലാൻഡിങ്ങിന്റെ മറ്റൊരു പർപ്പസ് എന്താ? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റെയർ ഇങ്ങോട്ട് വരുന്നു, ഇനി ഇങ്ങോട്ട് വരുന്ന സ്റ്റെയറിനെ ഇങ്ങോട്ട് തിരിച്ചു വിടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്റ്റെയറിനെ നമുക്ക് അങ്ങോട്ട് കെട്ടാൻ പറ്റും. അപ്പം രണ്ട് പർപ്പസാണ് നമ്മളുടെ ലാൻഡിങ്ങിന് ഉള്ളത്. ഒന്ന് വിശ്രമിക്കാൻ, റെസ്റ്റ്. രണ്ടാമത്തത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇനി ലാൻഡിങ്ങിന്റെ തിയറി എന്താ നോക്കാം. ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം. ഈ ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ലാൻഡിംഗ് എന്ന്